അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇസ്ലാമിക് സെൻറ്റർ വാട്സപ്പ് ഗ്രൂപ്പിലെ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പൊന്നാനി താലൂക്ക് ട്രഷറർ അഭിവന്ദ്യനായ ഷെയ്ഖുന CM കുഞ്ഞിബാവ ഉസ്താദ് ഫൈലി മഹാനുഭാവർ നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവരുടെ അനുസ്മരണ ഒരു പരിപാടിയാണ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തന വീതിയിൽ മരണം വരെ പ്രവർത്തിച്ച് മുന്നോട്ട് പോയ ബഹുമാനപ്പെട്ടവർ നമുക്കേവർക്കും വളരെയധികം മാതൃകയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവരുടെ ഒരു അനുസ്മരണ സദസ്സ് ഈ വാട്സപ്പ് കൂട്ടായ്മ ആധുനിക ദഅവത്തിൻ്റെ മീഡിയകൾ ഉപയോഗപ്പെടുത്തി ഇസ്ലാമിക് സെൻറ്ററിൻ്റെ പ്രവർത്തകർ ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇതുവരെ 2014 മുതൽ ആരംഭിച്ച് വളരെ ഭംഗിയായി കൊണ്ടുപോകുന്ന ഈ വാട്സപ്പ് കൂട്ടായ്മ ഓൺലൈൻ രംഗത്തും പൊതുരംഗത്തും ഇസ്ലാമിക് സെൻറ്റർ എന്നും മാതൃകയായിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ മഹത്തായ പ്രവർത്തനം അവൻ്റെ സ്വാലിഹായ അമലുകൾ ഒന്നായി സ്വീകരിക്കുകയും മഹാനായ ഷെയ്ഖുന CM ഉസ്താദ് അവർക്ക് അവിടുത്തെ പരലോക ദർജ അള്ളാഹു ഉയർത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ അനുസ്മരണ സദസ്സിന് ശേഷം നമ്മുടെ ബഹുമാന്യരായ ഉസ്താദുമാരുടെ വോയിസ് ക്ലിപ്പുകളാണ് ഈ അനുസ്മരണ സദസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനുശേഷം എല്ലാ അംഗങ്ങളും മഹാനായ ഉസ്താദ് അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യണമെന്ന് വളരെ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഞാൻ ഈ കമറോട്ടം ജംഗ്ഷനിലെ ഇസ്ലാമിക് സെൻ്ററിൻ്റെ കീഴിൽ സമസ്തയുടെ പൊന്നാനി താലൂക്ക് ട്രഷററും ഉപാധ്യക്ഷനുമായിരുന്ന ബഹുമാനപ്പെട്ട ഹാജി CM കുഞ്ഞിബാവ ഫൈസി ഉസ്താദിനെ പറ്റി ഒരു അനുസ്മരണം നടത്താൻ എന്നെ ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിൻ്റെ പ്രവർത്തകന്മാരെ SKSFിൻ്റെ നാട്ടിലും വിദേശത്തുമുള്ള കർമ്മധീരരായ അതിൻ്റെ ഭടന്മാരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇതൊരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. ഇതിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ആ ഉസ്താദിന്റെ കൂടെ നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ചിട്ട് അനുഗ്രഹിക്കട്ടെ. ഉസ്താദിനെ പറ്റി പറയുമ്പോൾ ബഹുമാനപ്പെട്ട കുഞ്ഞിബാവ ഉസ്താദ് നല്ല ഇരുത്തം ചെന്നൊരു പണ്ഡിതനും പ്രശസ്തനായൊരു മുദരീസും പ്രഗത്ഭനായ ഖത്തീബും സർവോപരി എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യനുമായ ഒരു ദീനീ പ്രവർത്തകനായിരുന്നു എന്നതാണ് ഓരോരുത്തരുടെയും മനസ്സിൽ ആദ്യമായി ഓടിയെത്തുക. കുഞ്ഞിബാവ ഉസ്താദ് ഒട്ടേറെ ദർസുകളിൽ പഠനം പൂർത്തിയാക്കി ജാമിഅ നൂരിയയിൽ ഉപരിപഠനത്തിന് പോയി അവിടെ നിന്ന് ഫൈസി ബിരുദം നല്ല മാർക്കോടുകൂടി കരസ്ഥമാക്കി. അതിനുശേഷം തിരൂർ താലൂക്കിലെ കന്മനം ഉൾപ്പെടെയുള്ള ഒട്ടേറെ പ്രദേശങ്ങളിൽ ഖത്തീബും മുദരിസുമായി പ്രശസ്തമായ വിധം സുസ്ഥിരമായി സേവനം ചെയ്യുകയുണ്ടായി. ആ സേവനകാലത്തിനിടക്ക് ഉസ്താദിന് ഒട്ടേറെ ശിഷ്യ സമ്പത്തുണ്ടായിട്ടുണ്ട്. പ്രഗത്ഭരായ ഒട്ടേറെ പണ്ഡിതന്മാര് കുഞ്ഞിബാവ ഉസ്താദിന്റെ ശിഷ്യന്മാരായി ഇപ്പോൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദീനീ സേവന രംഗത്ത് കർമ്മനിരതരായി പ്രവർത്തിക്കുന്നുണ്ട്. ഉസ്താദിനെ പറ്റി പറയുമ്പോൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിലെ അവസാനത്തിൽ പറഞ്ഞൊരു ആയത്താണ് ഓർമ്മ വരിക. ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ എന്ന ആയത്ത്. സത്യവിശ്വാസികളുടെ അടയാളങ്ങൾ സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവസാന ഭാഗത്ത് ഒട്ടേറെ ആയത്തുകളിലൂടെ എണ്ണി പറയുന്നുണ്ട്. അതിലൊരു ഭാഗത്ത് കാണാം ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അടിമകൾ ഭൂമിയിൽ കൂടെ വിനയത്തോടുകൂടി നടത്തുന്നവരാണ്. അവരോട് അവിവേകികൾ, വിവരമില്ലാത്ത ആളുകൾ എന്തെങ്കിലും തർക്കിക്കാൻ നിന്നാൽ അവരോട് സലാം പറഞ്ഞു പിരിയുന്നതാണെന്ന് ഖുർആനിൽ കാണാം. ഇത് അക്ഷരാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട
കുഞ്ഞുവാ ഉസ്താദിന്റെ ജീവിതത്തിൽ പ്രകടമായിരുന്നു. വിനയം അദ്ദേഹത്തിന്റെ മുഖമുദ്രയായിരുന്നു. യാതൊരുവിധ ജാടകളും ഇല്ലാതെ സമസ്തയുടെ വലിയ നേതാവാണ്, അല്ലെങ്കിൽ വലിയ പണ്ഡിതനാണ്, വലിയ മുദരിസായിരുന്നു, പ്രശസ്തനായ ഖത്തീബായിരുന്നു എന്ന ആ ജാടകൾ കാണിക്കാതെ സാധാരണ പ്രവർത്തകരെ പോലെ വലിയ വലിയ ഉസ്താദായ അദ്ദേഹം, വലിയ വലിയ ഉസ്താദുമാരുടെ കൂടെ നടക്കേണ്ട അദ്ദേഹം എന്നെ പോലെയുള്ള സാധാരണ പ്രവർത്തകരുടെ കൂടെ തോളിൽ കൈയിട്ട് നടക്കാനും പുഞ്ചിരിയോടുകൂടി അഭിമുഖീകരിക്കാനും അതോടൊപ്പം തന്നെ സമസ്തയുടെ എല്ലാ പരിപാടികളിലും ഏത് ഭാഗത്ത് സമസ്തയുടെ സുന്നത്തുമായത്തിന്റെ ദീനിന്റെ പരിപാടികളുണ്ടായാലും ഇവിടൊക്കെ കാൽനടയായും ഓട്ടോറിക്ഷയായും കിട്ടുന്ന വാഹനങ്ങളിൽ കയറിക്കൊണ്ടും ഉസ്താദ് അതിലൊക്കെ തന്റെ സജീവ സാന്നിധ്യം അറിയിച്ചിരുന്നു. യാതൊരുവിധ സ്ഥാനമോഹങ്ങളും ഉസ്താദിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഉസ്താദിന്റെ മറ്റൊരു പ്രത്യേകത. ഉന്നത സ്ഥാനങ്ങളിൽ ഉസ്താദിന് വേണമെങ്കിൽ എത്താമായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം അദ്ദേഹം വളരെ സമർത്ഥമായി ഒഴിഞ്ഞു മാറി താഴെ തട്ടിൽ സാധാരണ പ്രവർത്തകനെ പോലെ പ്രവർത്തിക്കാനായിരുന്നു ഉസ്താദ് ഇഷ്ടപ്പെട്ടിരുന്നത്. എന്നാൽ പോലും നമ്മുടെ താലൂക്കിലെ പ്രവർത്തകന്മാരുടെ ഇഷ്ടത്തിന് അഭീഷ്ടത്തിന് അത് സ്വീകരിച്ചുകൊണ്ട്, സമ്മർദ്ദം സ്വീകരിച്ചുകൊണ്ടാണ് താലൂക്ക് സമസ്ത ജമീഅത്തുൽ പനാ താലൂക്ക് ഉപാധ്യക്ഷ പദവി അദ്ദേഹം ആദ്യമായി ഏറ്റെടുത്തത്. പിന്നീട് സമസ്തയുടെ പനാ താലൂക്ക് ട്രഷറർ എന്ന പദവിയും അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി. അതിനുശേഷം സമസ്തയുടെ പ്രധാന കീഴ്ഘടകമായ സമസ്ത ജമീഅത്തുൽ മുഅല്ലിമീന്റെ തവനൂർ റേഞ്ച് ജമീഅത്തുൽ മുഅല്ലിമിന്റെ പ്രസിഡന്റായി അദ്ദേഹം ദീർഘകാലം സേവനം ചെയ്യുകയുണ്ടായി. കൂടാതെ സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷന്റെ തവനൂർ പഞ്ചായത്ത് ഉപാധ്യക്ഷനും ഉപദേശക സമിതി മെമ്പർ എന്നീ നിലകളിലും അദ്ദേഹം സേവനം ചെയ്യുകയുണ്ടായി. ഇങ്ങനെ ഉയർന്ന രംഗത്തൊക്കെ അദ്ദേഹം എത്തിപ്പെട്ടെങ്കിലും സാധാരണക്കാരായ പ്രവർത്തകന്മാരോട് അദ്ദേഹം വളരെയധികം വിനയത്തോടുകൂടി വളരെയധികം സൗമ്യമായാണ് പെരുമാറിയുന്നത്. ഉസ്താദിന്റെ സമീപനം ഏതൊരു കൊച്ചുകുട്ടിയോടും ഏതൊരു സാധാരണ പ്രവർത്തകനോടും പുഞ്ചിരിയോടുകൂടി മാത്രമായിരുന്നു ഉസ്താദിന്റെ സമീപനം ഉണ്ടായിരുന്നത്. അത് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു തിരുവചനമാണ് എന്റെ ഓർമ്മയിൽ വരുന്നത്. തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ, നീ നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും സദഖയാണെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഹദീസിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ പാഠം ഉൾക്കൊണ്ട് ആയിരുന്നു ഉസ്താദിന്റെ ജീവിതം മുഴുവൻ. പുഞ്ചിരി തൂകിയിട്ടല്ലാതെ അദ്ദേഹം ആരെയും അഭിസംബോധന ചെയ്യുമായിരുന്നില്ല. വസ്ത്രത്തിലോ മറ്റ് വിഷയങ്ങളിലോ ഉസ്താദിന്റെ പക്കൽ നിന്ന് യാതൊരുവിധ ജാടയും പ്രകടമായിരുന്നില്ല. വളരെ വിനയത്തോടുകൂടി ഉസ്താദ് സാധാരണ ജനങ്ങളെ സമീപിക്കുകയും വേദിയിൽ പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ഖലാ ഖദറിലുള്ള അചഞ്ചലമായ വിശ്വാസം അത് ഉസ്താദിന്റെ ഒരു മുഖമുദ്രയായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, ഉസ്താദിന്റെ വീട്ടിൽ നിന്ന് ഉസ്താദിന്റെ മരുമകളുടെ വളരെയധികം സ്വർണവും ഒട്ടേറെ പണവും ഒരിക്കൽ നഷ്ടപ്പെടുകയുണ്ടായി. അത് നഷ്ടപ്പെട്ടിട്ടും ഉസ്താദ് യാതൊരുവിധ അസ്വസ്ഥതയും പ്രകടിപ്പിക്കാതെ അള്ളാഹുവിന്റെ ഖലാ ആണെന്ന് പറഞ്ഞ് സമാധാനിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഉസ്താദിന്റെ ഒരു മകൻ തലക്കടത്തൂരിൽ ജോലി ചെയ്തിരുന്ന ഒരു ഉസ്താദ്, ആ മകനും പെട്ടെന്ന് മരണപ്പെടുകയുണ്ടായി. തന്റെ മകന്റെ ആകസ്മികമായ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കാൻ ചെന്ന സമസ്തയുടെയും സുന്നത്തമായത്തിന്റെയും പ്രവർത്തകന്മാരോട് അദ്ദേഹം വളരെയധികം എന്താ നമ്മൾ ചെയ്യുക, അള്ളാഹുവിന്റെ ഖലാ അല്ലേ, നമ്മൾ ക്ഷമിക്കുക, ക്ഷമിച്ചതിന് അള്ളാഹു പ്രതിഫലം തരട്ടെ എന്നർത്ഥത്തിൽ ഉസ്താദ് ദുആ ചെയ്യുകയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഉസ്താദിന്റെ ആ നിഷേധാർഢ്യം അത് സാധാരണ സമസ്തയുടെ പ്രവർത്തകന്മാർക്കും സാധാരണക്കാരായ ജനങ്ങൾക്കും എല്ലാം പാഠമായിരുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഉസ്താദിന്റെ കൂടെ നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ചൂട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഉസ്താദ് ജീവിതകാലത്ത് ചെയ്ത ദീനീ ഖിദ്മത്തുകൾ അള്ളാഹുവിന്റെ മഹൽ ഫദ്ൽ കൊണ്ട് കബൂൽ ചെയ്യുകയും അർഹമായ പ്രതിഫലം
നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുകയും ചെയ്യട്ടെ. വല്ല ഗല്ലത്തുകളും പല ചെറുദോഷങ്ങളും ഉസ്താദിന്റെ ജീവിതകാലത്ത് വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഉസ്താദിനെ പറ്റി പറയുമ്പോഴും എല്ലാ സമയത്തും ഉസ്താദിന്റെ പുഞ്ചിരി തൂകുന്ന മുഖം അത് മനസ്സിൽ നിന്നൊരിക്കലും ആയുന്നില്ല. കണ്ണീരോടുകൂടിയല്ലാതെ ആ സങ്കടത്തോടു കൂടിയല്ലാതെ ഉസ്താദിനെ അനുസ്മരിക്കാൻ ഒരിക്കലും കഴിയുകയില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഉസ്താദിന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ എന്ന് നമുക്ക് വീണ്ടും വീണ്ടും ദുആ ചെയ്യാം. ഉസ്താദിനെ പോലെയുള്ള നിരവധി ആലിമ്യങ്ങൾ, സമസ്തയുടെ ആലിമ്യങ്ങൾ ഈ അടുത്ത കാലത്തായി നമ്മുടെ നാട്ടിൽ നിന്നും മറ്റു നാടുകളിൽ നിന്നും വിട പറഞ്ഞു. അള്ളാഹു അവർക്കൊക്കെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ജീവിച്ചിരിക്കുന്ന സമസ്തയുടെ ആലിമ്യങ്ങൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും നമ്മെ നയിക്കാനുള്ള തൗഫീഖും ശേഷിയും ക്ഷേമശയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ സംരംഭത്തിന് വേണ്ടി പ്രവർത്തിച്ച ഇസ്ലാമിക് സെന്ററിന്റെയും എസ്കേഫിന്റെയും പ്രവർത്തകന്മാരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ടും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടും ഈ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, പ്രിയ സുഹൃത്തുക്കളെ, നമുക്കറിഞ്ഞ പോലെ ഒരു പുരുഷായുസ് മുഴുവൻ ഇസ്ലാമിക പ്രവർത്തന രംഗത്ത് വിശിഷ്യ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആദർശ പ്രസ്ഥാനത്തിന്റെ ശാക്തീകരണത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച മഹാനായ ഒരു പണ്ഡിത ശ്രേഷ്ഠനാണ് ഉസ്താദ് CM കുഞ്ഞിബാവ മുസ്ലിയാർ ഫൈസി മഹാനവർകൾ. നമുക്കറിയാം, ഒരാളുടെ ജീവിതം ഏറെ ധന്യമാകുന്നത് ജീവിതത്തിൽ ഏത് രീതിയിൽ ചെലവഴിച്ചു എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്. ആ അർത്ഥത്തിൽ ബഹുമാനപ്പെട്ട കുഞ്ഞിബാബ ഉസ്താദ് ഒരു മഹാത്ഭുതമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പ്രസ്ഥാനത്തെ ഇങ്ങനെ നെഞ്ചിലേറ്റിയ ഒരാളെ ബഹുമാനപ്പെട്ട ഉസ്താദിനെ പോലെ കണ്ടെത്തുക നമുക്ക് പ്രയാസമാണ്. തൻ്റെ പ്രായാധിക്യം, അനാരോഗ്യം ഇതൊന്നും വകവെക്കാതെ സമസ്ത എന്ന പ്രസ്ഥാനം എവിടേക്ക് വിളിച്ചാലും, അത് SYSന്റെ മീറ്റിംഗ് ആണെങ്കിലും ജംഇയ്യത്തുൽ ഉലമയുടെ പരിപാടികളാണെങ്കിലും എന്ന് വേണ്ട ഒരു ബാലവേദിയുടെ പരിപാടികളാണെങ്കിൽ പോലും വളരെ സജീവ സാന്നിധ്യം അതിനായി നീക്കിവെച്ചുകൊണ്ട് കർമ്മരംഗത്ത് എന്നും സുശക്തമായ ഒരു സാന്നിധ്യമായി ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ജ്വലിച്ചു നിൽക്കാൻ കഴിഞ്ഞുവെന്നത് നമ്മളിവിടെ സ്മരിക്കപ്പെടേണ്ട ഒന്നാണ്. അദ്ദേഹത്തിന്റെ വഫാത്ത് സമയം പോലും അതാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. തവനൂർ പഞ്ചായത്ത് SYSന്റെ തൻഷീത്ത് എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ രോഗാവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പോൾ സമസ്തക്ക് വേണ്ടി ജീവിച്ചു, സമസ്തയിലൂടെ തന്നെ വിടവാങ്ങി എന്നതാണ് ബഹുമാനപ്പെട്ട CM ഉസ്താദിന്റെ ജീവിതത്തിലൂടെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പ്രഗത്ഭരായ പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ ഒക്കെ കൂടെ ആദ്യകാലം മുതലേ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിച്ച് നമ്മോട് വിട പറഞ്ഞ മഹാനവറുകളെ കുറിച്ച് ഓർക്കുക നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായ ഒരു ഘടകമാണ്. മാത്രമല്ല, പ്രഗത്ഭരായ ആലിമ്യങ്ങളൊക്കെ വിടവാങ്ങുമ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മെ സംബന്ധിച്ചുള്ള ഉത്തരവാദിത്തം അവർ വെട്ടിത്തെളിയിച്ച പാതയിലൂടെ മുന്നേറുക എന്നതാണ്. ആധുനികതയുടെ വെല്ലുവിളികൾ നമുക്കറിയാം. സങ്കീർണതകളുടെ നടുവിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മതത്തിനപ്പുറത്തുള്ള ആളുകൾ പരിശുദ്ധമായ വിശ്വാസ ആചാരങ്ങളെ തരിപ്പണമാക്കാൻ വ്യാകൃതരായി മുന്നോട്ട് വരുമ്പോൾ ഉള്ളിൽ നിന്നുള്ള ആളുകളും സാമ്പത്തികതയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനുവേണ്ട എല്ലാ പഴുതുകളും ഉണ്ടാക്കി കൊടുക്കുന്ന വേദനാജനകമായ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട CM കുഞ്ഞിബാവ ഫൈസി ഉസ്താദ് മഹാനവറുകളെ പോലെയുള്ള ആളുകളുടെ വിയോഗം അക്ഷരാർത്ഥത്തിൽ ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നികത്താൻ കഴിയാത്ത ഒരു മഹാനഷ്ടമാണ്. ഏതാണെങ്കിലും ഷേഖുനാക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ അബ്ദുൽ ജലീൽ റഹ്മാൻ, സമസ്ത പൊന്നാനി താലൂക്ക് ട്രഷറായിരുന്ന CM കുഞ്ഞിബാവ ഫൈസി നമ്മോട് വിട പറഞ്ഞു. ഒരു മനുഷ്യൻ്റെ ഭാവി ക്ഷേമത്തിനുതകുന്ന എല്ലാ ഉത്തമ ഗുണങ്ങളും മേളിച്ച അപൂർവം പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട ഫൈസി ഉസ്താദ്. പൂർണ്ണമായ നിഷ്കളങ്കതയും തികഞ്ഞ സത്യസന്ധതയും ആരോടും വൈരവും വിരോധവും വിദ്വേഷവും ശത്രുതയും കലരാത്ത സ്വഭാവ
വൈശിഷ്ട്യവും ഇബാദത്തിലുള്ള കാർക്കശ്യവും സമസ്ത എന്ന സമുന്നതമായ പ്രസ്ഥാനത്തിൻ്റെ പ്രാദേശികമായ അമരക്കാരനും ഒരു ചെറുപ്പക്കാരൻ്റെ ഉന്മേഷത്തോടെയും ആവേശത്തോടെയും സമസ്ത എന്ന് കേട്ടാൽ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് രാപ്പകൽ ഭേദമന്യ നിസ്വാർത്ഥമായി നിഷ്കളങ്കമായി വളരെ സ്തുതിർഹമായ സേവനങ്ങൾ കാഴ്ചവെക്കാൻ ജീവിതത്തിൻ്റെ അധ്യായങ്ങൾക്കിടയിൽ ബഹുമാനപ്പെട്ട ഫൈസി ഉസ്താദിന് സാധിച്ചത് എന്നും മരിക്കാത്ത ഓർമ്മയിൽ അദ്ദേഹം മുഹിബ്ബീങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ ഇടം പിടിക്കും എന്നതിൻ്റെ ഒരു തെളിവാണ്. ചിലയിടങ്ങളിലൊക്കെ അദ്ദേഹവുമായി പലപ്പോഴും സംസാരിക്കാനും അടുത്തറിയാനും സ്നേഹം നുകർന്ന് പകർന്ന് സന്തോഷം പങ്കുവെക്കാനും അവസരം കിട്ടിയിട്ടുണ്ട്. പലപ്പോഴും ഈ വിനീതൻ്റെ പ്രഭാഷണ സദസ്സുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ നിറസാന്നിധ്യം എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. ചില സമയങ്ങളിലൊക്കെ അദ്ദേഹം സ്റ്റേജിലിരിക്കുമ്പോൾ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ മുൻനിരയിൽ കാണാം, ചിലപ്പോൾ മധ്യത്തിൽ കാണാം, ചിലപ്പോൾ പിറകിൽ കാണാം, ചിലപ്പോൾ സദസ്സിൽ കാണാം. എന്നെ വല്ലാതെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ ആകർഷിച്ച ഒരു സംഭവം, അദ്ദേഹം വേദിയുടെ മുൻവശത്തിലിരിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമോ, പിറകുവശത്തായാൽ ദുഃഖമോ, താഴെയായാൽ പ്രയാസമോ ഉണ്ടായിരുന്നില്ല എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഏതോ ആളുകളുടെ ജാക്കിയിൽ കയറി ജാടയ്ക്ക് വേണ്ടി അദ്ദേഹം ഒന്നും കാണിച്ചില്ല എന്നത് അദ്ദേഹത്തിൻ്റെ മുഖഭാവം വായിച്ചെടുക്കാൻ കഴിയും. ഏത് സമയത്തും നിറപുഞ്ചിരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ജമാഅത്തിലും റവാത്തിബ് സുന്നത്തിലും ദിക്റിലും ഇൽമിൻ്റെ മജ്ലിസിലൊക്കെ അദ്ദേഹം നമുക്ക് കാണിച്ചു തന്ന മാതൃക. അതിലേറെ പ്രായാധിക്യം ഉണ്ടായിട്ടും രോഗങ്ങളുടെ പിടുത്തങ്ങളിൽ പെടുമ്പോൾ പോലും, കുടുംബത്തിൻ്റെ തിരക്കുകൾ വന്നാൽ പോലും, സമസ്തയുടെ മീറ്റിങ്ങിലും സമ്മേളനങ്ങളിലും പ്രഭാഷണ സ്റ്റേജുകളിലൊക്കെ അദ്ദേഹം എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു സംഘാടകനെ പോലെ വന്നിരിക്കുന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയും എല്ലാവരുടെയും ചിന്തകൾക്ക് മാറ്റത്തിൻ്റെ തിരികൊളുത്താൻ പ്രേരകമാവുകയും ചെയ്തിരുന്ന ഒരു വേറിട്ട സ്വഭാവം തന്നെയായിരുന്നു. ജീവിതത്തിൽ നന്മകൾ മാത്രം വാക്കി വെച്ചുകൊണ്ട് ജീവിതത്തിൽ ദർസും ഇൽമും ദിക്റും ഫിക്റുമായി ഇഖ്ലാസോട് കൂടി കഴിഞ്ഞ മഹാമനീഷി നമ്മോട് വിട പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ സന്തോഷത്തിലായി കൊടുക്കട്ടെ. നമ്മയും അവരെയും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജിവാറിലായി സ്വർഗീയ പൂങ്കാവനത്തിൽ നമ്മോടും അവരുടെ അഹ്ലുകാരൊന്നിച്ച് അള്ളാഹു ചേർത്ത് തരട്ടെ എന്ന് ദുആ ചെയ്തു. അസ്സലാമു അലൈക്കും. അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സഹകാരികളും പ്രവർത്തകരുമാണല്ലോ നമ്മൾ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ മുസ്ലിം ഉമ്മത്ത് സ്വീകരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് സമസ്തയെ സ്ഥാപിക്കുകയും അതിന് നേതൃത്വം നൽകുകയും അതിനെ കാലാകാലങ്ങളിൽ അതിൻ്റെ വളർച്ചക്കും അതിൻ്റെ ഉയർച്ചക്കും വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള സാധാരണ പ്രവർത്തകന്മാർ മുതൽ ഉമറാക്കൾ മുതൽ മഹാന്മാരായ പണ്ഡിതന്മാർ, സയ്യിദന്മാർ, അവരുടെയൊക്കെ ജീവിത വിശുദ്ധിയും വളരെ മാതൃകാപരമായ ജീവിതവുമാണ് എന്നത് നമുക്കെല്ലാം അറിയാം. ആ ഒരു പ്രധാനപ്പെട്ട നമ്മളെ നയിച്ചിട്ടുള്ള നമ്മുടെ നേതാക്കന്മാരുടെ, നമ്മുടെ പ്രവർത്തകന്മാരുടെ ജീവിത വിശുദ്ധി, മാതൃകാപരമായ ജീവിതം പരിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങളായ മറ്റുള്ളവരോടുള്ള സ്നേഹത്തിലും കരുണയിലും ദയയിലും അധിഷ്ഠിതമായിട്ടുള്ള പെരുമാറ്റങ്ങൾ, അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് സമസ്തയെ എല്ലാവർക്കും ഇടയിലും സ്വീകാര്യമാക്കി തീർത്തത്. അല്ലാഹു സുബ്ഹാനഹു തആല കാരുണ്യം കൊണ്ടാണ്, റഹ്മത്ത് കൊണ്ടാണ് ഈ ലോകത്തെ തർബിയത്ത് ചെയ്യുന്നത് എന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ ഏറ്റവും വലിയ സാമൂഹിക പ്രതിബദ്ധത വെച്ചു പുലർത്തുകയും സമൂഹത്തിന്റെ ഉന്നതി മാത്രം കാക്ഷിക്കുകയും മുസ്ലിം ഉമ്മത്തിന്റെ വളർച്ച ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാർ, അത് മേലേക്കിടയിലുള്ളവരായാലും താഴേക്കിടയിലുള്ള പ്രവർത്തകരായാലുമൊക്കെ, അവരുടെയൊക്കെ ജീവിതമാണ്, മാതൃകാപരമായ ജീവിതമാണ്
സമസ്തക്ക് എന്നും വളർച്ചയും വികാസവും നേടിക്കൊടുത്തിട്ടുള്ളത്. ആ അർത്ഥത്തിൽ നമ്മുടെ താലൂക്കിനുള്ളിൽ നിന്നുകൊണ്ട്, നമ്മുടെ പ്രദേശത്ത് നിന്നുകൊണ്ട് നമ്മൾ പറയുമ്പോൾ, കഴിഞ്ഞുപോയ ഒരുപാട് ഉസ്താദുമാർ, മഹാന്മാരായ പണ്ഡിതന്മാരെ സംഭാവന ചെയ്തിട്ടുള്ള നമ്മുടെ പൊന്നാനി താലൂക്ക്, മഹാനായ സമസ്തയുടെ സെക്രട്ടറി ആയിരുന്ന മൗലാന KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട്, നബറല്ലാഹു മർക്കദോ മഹാനവറുകളെ പോലെയുള്ള ഒരുപാട് മഹത്തുക്കളെ മുസ്ലിം ഉമ്മത്തിന് സമ്മാനിച്ചിട്ടുള്ള ഒരു താലൂക്ക് എന്ന രീതിയിൽ നമ്മൾ അടുത്ത കാലത്ത് കണ്ട, ഈ കഴിഞ്ഞ ദിവസം വഫാത്തായി പോയ മഹാനായ കുഞ്ഞിബാവ് ഫൈസി എല്ലാവർക്കും വളരെ സൗമ്യമായ പെരുമാറ്റം കൊണ്ട്, പ്രായത്തിൻ്റെ ആ വിഷമതകളൊന്നും പ്രകടിപ്പിക്കാതെ വളരെ കർമ്മനിരതമായി, എത്ര ചെറിയ പരിപാടിയാണെങ്കിലും, എത്ര വലിയ പ്രാധാന്യമില്ലാത്ത യോഗങ്ങളാണെങ്കിൽ പോലും അതിലൊക്കെ വന്നിരുന്ന് വളരെ ക്ഷമയോടുകൂടെ ആ മീറ്റിങ്ങിലൊക്കെ, യോഗങ്ങളിലൊക്കെ, പരിപാടികളിലൊക്കെ വന്നിരുന്ന് എല്ലാവരോടും, ചെറിയ പ്രവർത്തകരോട് പോലും വളരെ സൗമ്യമായി പെരുമാറി സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മഹാവ്യക്തിത്വമായിരുന്നു കുഞ്ഞിബാവ് ഫൈസി. ആ പ്രവർത്തനത്തിനുള്ള, ആത്മാർത്ഥമായ ആ ദീനീ സേവനത്തിനുള്ള ഒരു ഫലമെന്നോണമാണ് അവരുടെ വേർപാടും അതിനുശേഷമുള്ള കാര്യങ്ങളുമൊക്കെ നമ്മുടെ പ്രവർത്തകന്മാർക്ക് ദർശിക്കാൻ കഴിഞ്ഞത്. ആ ഒരു മാതൃക പിൻപറ്റി ചെറിയ ചെറിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുമ്പോഴേക്ക്, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഏതെങ്കിലും സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക്, താഴേക്കിടയിലുള്ള സാധാരണ പ്രവർത്തകരെ പോലും കണ്ടിരുന്ന് നടിക്കുന്ന നേതാക്കളും സ്വയം വലിയേട്ടൻ ചമയുന്ന കുറേ പ്രവണതകളുമൊക്കെ നിലനിൽക്കുന്ന പല രംഗങ്ങളിലും, അത് രാഷ്ട്രീയത്തിലായാലും മതസംഘടനകളുടെ കാര്യത്തിലായാലും ഒക്കെ അങ്ങനെയൊക്കെ പലതും കാണപ്പെടുന്ന ഒരു ലോകത്ത് വളരെ സൗമ്യനായി, മാതൃകാപരമായി സമസ്തയുടെ പ്രവർത്തനം എന്ന പരിശുദ്ധമായ ദീനിന്റെ പ്രവർത്തനമാണ്. ആ ദീനിന്റെ യഥാർത്ഥ ഗുണങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവലാണ് ഏറ്റവും പ്രാധാന്യം. അതിലപ്പുറത്ത് അത് നിലനിൽക്കുമ്പോൾ മാത്രമേ, ദീനിയായ സ്വഭാവവും ദീനിയായ സംസ്കാരവും ഒക്കെ നിലനിൽക്കുമ്പോൾ മാത്രമേ സംഘടന എന്നതുകൊണ്ട് കാര്യമുള്ളൂ. അല്ലാത്തത് വെറും രേഖകൾ മാത്രമാണ്, വെറും അടയാളങ്ങൾ മാത്രമായി തീരും എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മഹാനായ കുഞ്ഞിബാവ് ഫൈസി സമസ്തയുടെ താലൂക്ക് ട്രഷററായിരുന്നു. അവർ വിട പറഞ്ഞു പോയിട്ടുള്ളത്. ആ ഒരു മാതൃക പിൻപറ്റിക്കൊണ്ട് വിനയത്തിലും താഴ്മയിലുമൊക്കെ അധിഷ്ഠിതമായ ജീവിതത്തിലൂടെ നമുക്ക് മാതൃകകളാകാൻ ശ്രമിക്കാം. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മഹാനായ ഉസ്താദ് അവർക്ക് അള്ളാഹു താല മാഫിറത്തും റഹമത്തും നൽകുകയും അവരോടൊപ്പം നാളെ സ്വർഗത്തിലെ സന്തോഷത്തിലേക്ക് ചേരാൻ അള്ളാഹു നമ്മളെ സഹായിക്കുകയും ചെയ്യട്ടെ. ആമീൻ ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പൊന്നാനി താലൂക്ക് ട്രഷറർ ബഹുവന്യനായ ഉസ്താദ് കഴിഞ്ഞ ദിവസം നമ്മോട് വിട പറഞ്ഞു പോയി. അള്ളാഹു ഉസ്താദിൻ്റെ ഖബറിടം സ്വർഗപ്പൂങ്കാവനമാക്കി കൊടുക്കുമാറാവട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമായിരുന്നു ഉസ്താദ്. സംസ്ഥയുടെ ഏത് കീഴ്ഘടകങ്ങളുടെയും പ്രോഗ്രാം നടക്കുന്ന സമയത്തൊക്കെ ഉസ്താദിൻ്റെ നിറസാന്നിധ്യം പ്രവർത്തകർക്ക് ആവേശമായിരുന്നു. സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ്റെ പ്രവർത്തന രംഗത്ത് സംഘാടകരെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പ്രോഗ്രാം നടക്കുമ്പോഴും ഉസ്താദിൻ്റെ സാന്നിധ്യം പലപ്പോഴും ഞങ്ങൾക്ക് ആവേശമായിട്ടുണ്ട്. സുഖമില്ലാതെ ഇരിക്കുന്ന സമയത്ത് പോലും തൻ്റെ ആരോഗ്യം വകവെക്കാതെ നേരത്തെ തന്നെ പരിപാടികൾക്ക് എത്തുകയും ചെയ്തിരുന്നു ഉസ്താദ്.
കാന്തപുരം വിഭാഗത്തിനെതിരെയുള്ള ഷേറെ മുബാറക്കുമായി ബന്ധപ്പെട്ടുള്ള വിവാദ വിഷയങ്ങളിൽ നമ്മുടെ താലൂക്കിൽ നടന്ന പരിപാടികളിൽ ഉസ്താദ് പലപ്പോഴും നേരത്തെ എത്തുകയും എല്ലാം കഴിഞ്ഞ് നന്ദി പറഞ്ഞതിൻ്റെ ശേഷമാണ് ഉസ്താദ് തിരിച്ചു പോവാറുമുള്ളത്. അതുമാത്രമല്ല, പ്രവർത്തകരുമായി സംസാരിക്കുകയും അവരെ കൂടുതൽ പ്രവർത്തന രംഗത്ത്, കർമ്മരംഗത്ത് സജീവമാക്കുന്നതിനെക്കുറിച്ച് ഉസ്താദ് പലപ്പോഴും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുമായിരുന്നു. എപ്പോഴും വിനയാനിതനായിട്ടാണ് ഉസ്താദ് പെരുമാറാറുള്ളത്. ഇങ്ങനെ വിനയവും തഖ്വയുമുള്ള ഉസ്താദുമാർ നമ്മിൽ നിന്ന് വിട പറഞ്ഞു കൊണ്ടിരിക്കുകയാണ്. പൂർവ്വസൂരികളുടെ, മഹത്തുക്കളുടെ, ആദരണീയ ഉസ്താദിൻ്റെയൊക്കെ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് അവർ നമുക്ക് വെട്ടിത്തെളിയിച്ച പാതയിലൂടെ കടന്നു പോവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. സമസ്തയുടെ ഏത് പ്രവർത്തന രംഗത്തും നിറസാന്നിധ്യം എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവസാനം ഈ ലോകത്തുനിന്ന് വിട പറയുന്നതിൻ്റെ തൊട്ട് മുമ്പ് പോലും സമസ്തയുടെ പരിപാടിയിൽ നിന്നാണ് ഉസ്താദിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. വീട്ടിൽ വിശ്രമിക്കണമെന്ന് മക്കൾ പോലും പറഞ്ഞപ്പോഴും, കുടുംബങ്ങൾ പറഞ്ഞപ്പോഴും, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ് നെഞ്ചിലേറ്റിയ പ്രസ്ഥാനത്തിന് വേണ്ടി ഉസ്താദ് എൻ്റെ അവസാന നിമിഷങ്ങളിൽ പോലും ഞാൻ സമസ്തയുടെ പ്രവർത്തന രംഗത്ത് സജീവമാവണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ ഫലമായിരിക്കാം ഉസ്താദിൻ്റെ തൊട്ട് മുമ്പുള്ള പരിപാടികൾ പോലും സമസ്തയുടെ പരിപാടികളായത്. അള്ളാഹു അത്തരത്തിലുള്ള മഹാന്മാരുടെ പാത പിന്തുടർന്നുകൊണ്ട് ഇഖ്ലാസോടുകൂടെ ഈ സംഘടനയ്ക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഉസ്താദിൻ്റെ കൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് വിട പറഞ്ഞ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പൊന്നാനി താലൂക്ക് ട്രഷറർ ബഹുമാന്യനായ കുഞ്ഞാവ ഫൈസി ഉസ്താദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, ഈ സമയം അദ്ദേഹത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. സമസ്തയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ച, തൻ്റെ അവസാന ശ്വാസം വരെ മഹത്തായ ആദർശ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹാവ്യക്തിത്വമാണ് ബഹുമാന്യനായ കുഞ്ഞാവ ഫൈസി ഉസ്താദ്. അസുഖമായി പോകുന്നത് തന്നെ തവനൂർ പഞ്ചായത്ത് SOSൻ്റെ ആമില സംഗമം തൻഷീത്ത് പരിപാടിയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടത്. അന്ത്യശ്വാസം വരെ മഹത്തായ പ്രസ്ഥാനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. നമുക്ക് കാണാൻ സാധിക്കും, വിനയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മുഖമുദ്രയായിരുന്നു. ആ സദസ്സിലേക്ക് വരുമ്പോഴുള്ള പുഞ്ചിരിയും ആ തമാശ പറയലും കുശലാന്വേഷണവും പ്രവർത്തന രംഗത്ത് യുവാക്കൾക്ക് ആവേശം പകരുന്ന രൂപത്തിലുള്ള തൻ്റേതായ സംസാരങ്ങളും എല്ലാം ഇന്ന് ഓർമ്മയിൽ മാത്രമായി നിൽക്കുകയാണ്. യാതൊരു വിധത്തിലുള്ള ജാഠയുമില്ലാത്ത അഗാധ പാണ്ഡിത്യത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം.
നാട്ടിലും മറ്റു ദിക്കുകളിലും അദ്ദേഹം ജോലി ചെയ്ത സ്ഥലങ്ങളിൽ വരെ ഒരു സ്വീകാര്യനായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ജനാസ സന്ദർശിക്കാൻ പോയവർക്കൊക്കെ അതറിയാവുന്നതാണ്. മരണവാർത്ത അറിഞ്ഞ ആ സമയം മുതൽ തന്നെ വൻ ജനാവലിയായിരുന്നു അവരുടെ വീടുകളിൽ എത്തിയിരുന്നത്. അത് സൂചിപ്പിക്കുന്നത് തൻ്റെ നാട്ടിലുള്ള സ്വീകാര്യതയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കണ്ടും കേട്ടും മനസ്സിലാക്കി അദ്ദേഹത്തെ ശരിയാവണ്ണം അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് ശക്തമായ രീതിയിൽ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച് നമ്മിൽ ഒരുവനായി യുവത്വത്തിൻ്റെ പ്രസരിപ്പോടെ തൻ്റെ പ്രായം പോലും വകവെക്കാതെ ഏത് സ്ഥലത്ത് യോഗമുണ്ടായാലും അവിടേക്കൊക്കെ സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് എത്തിയിരുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ കുഞ്ഞാവ് ഫൈസി ഇന്ന് നമ്മോടൊപ്പമില്ല. നമുക്ക് ചെയ്യാനുള്ളത് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമാണ്. റബ്ബ് തആല അദ്ദേഹം ചെയ്ത മുഴുവൻ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ. അതൊക്കെ അവർക്ക് പാരത്രിക ലോകത്ത് ഏറ്റവും വലിയൊരു തുണയായി മാറട്ടെ. അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരിലൂടെയൊക്കെ അവരുടെ പ്രവർത്തന ശൈലികളൊക്കെ കണ്ട് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധമായ ദീനിൻ്റെ വേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാമിക് സെൻറ്റർ വാട്സപ്പ് കൂട്ടായ്മ സി വി ജൻസൺ സംഘടിപ്പിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ പൊന്നാനി താലൂക്ക് കമ്മിറ്റി ട്രഷറർ കുഞ്ഞിബാവ ഫൈലിയുടെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട സംരംഭത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. അള്ളാഹു ഇതൊരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. വന്യരായ ഉസ്താദിനെ കുറിച്ച് കൂടുതൽ അടുത്തറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൂടി സമസ്ത താലൂക്ക് കമ്മിറ്റിയിലും സുന്നി യുവജന സംഘത്തിൻ്റെയും SMFൻ്റെ ഒക്കെ യോഗങ്ങളിൽ പലപ്പോഴും പങ്കെടുക്കുമ്പോൾ അവിടെ വെച്ച് ഉസ്താദ് അവറുകളെ കാണാനും ഇടപഴകാനും ചിലപ്പോഴൊക്കെ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കഴിഞ്ഞുപോയ മഹത്തുക്കളായ ഉസ്താദുമാരുടെ ആ രീതികൾ, മഹാന്മാരായ ഉസ്താദുമാരിൽ നിന്ന് വിജ്ഞാനം കരസ്ഥമാക്കാനുള്ള ഒരു ഭാഗ്യം പ്രായം ഉള്ളതുകൊണ്ട്, പഴയ ഫൈലിയാണല്ലോ, അതുകൊണ്ട് പ്രായമുള്ള നമ്മുടെ കഴിഞ്ഞുപോയ മഹാന്മാരായ ഉസ്താദുമാരിൽ നിന്ന് അറിവ് പഠിക്കാനുള്ള ഒരു ഭാഗ്യവും പക്വതയേറിയ ഒരു ജീവിതവും എല്ലാവരും പ്രത്യേകം എടുത്തു പറയാവുന്ന, ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ പുതുതലമുറക്കൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലാളിത്യത്തോടുകൂടെയുള്ള ഒരു ജീവിതം, താഴ്മയോടുകൂടിയുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു വന്യരായ ഉസ്താദ്. അദ്ദേഹവുമായി പലപ്പോഴും പല സദസ്സുകളിലും ഉസ്താദ് അവറുകൾ വന്നിരിക്കുമ്പോൾ ഉസ്താദ് പല സദസ്സിലും കൂട്ടത്തിൽ ഒരാളായി വന്നിരിക്കുമ്പോൾ മുന്നിലേക്ക് കയറിയിരിക്കാൻ വേണ്ടി പറഞ്ഞാൽ തന്നെ പലപ്പോഴും ഉസ്താദ് സമ്മതിക്കലില്ല. വളരെ താഴ്മ ഏറിയ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു ഉസ്താദ്. നമ്മുടെ ഉസ്താദുമാരൊക്കെ കുറിച്ച് മഹാനായ മർഹൂം നാട്ടിയ ഉസ്താദ് പറയാറുണ്ട്, പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുമുണ്ട്. സമസ്തയിലെ ഉലമാ അവർ പ്രൗഢോജ്വലമായി പ്രഭാഷണം നടത്തിയില്ലെങ്കിൽ തന്നെയും അവരൊക്കെ
വളരെ വറഉള്ളവരും അപാര വിജ്ഞാനത്തിൻ്റെ ഉടമകളുമാണ്. നമ്മുടെ കഴിഞ്ഞുപോയ ഉസ്താദുമാർക്കൊക്കെ ഉള്ള ഈ മഹത്വം വന്യരായ കുഞ്ഞിബാവ ഫൈലി മഹാനവറുകളിലും നമുക്ക് കാണാൻ കഴിയും. സമസ്തയുമായി വളരെ അടുത്ത ബന്ധം, അദ്ദേഹത്തിൻ്റെ മാനസിക ബന്ധം മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം പോലും സമസ്തയുമായി ബന്ധപ്പെട്ട SYSൻ്റെ ഒരു യോഗത്തിലാണ് അവസാനം അദ്ദേഹം പങ്കെടുത്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അള്ളാഹു അദ്ദേഹത്തെയും നമ്മെയും ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കുന്നു. അസ്സലാമു